നമസ്കാരം. അങ്ങ് കർണാടകത്തിൽ JDS എന്ന പാർട്ടി എന്ത് തീരുമാനമെടുക്കുമ്പോൾ കേരളത്തിൽ രണ്ട് സ്ഥിരം ഇരകൾ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ NDAയ്ക്കൊപ്പമാണോ അതോ ഇടതുപക്ഷത്തിനൊപ്പമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും കിടന്ന് ഉരുളുന്ന രണ്ടുപേർ. എന്തായാലും ലക്ഷദ്വീപുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ അവസ്ഥ കുറച്ചൊക്കെ മെച്ചമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ലക്ഷദ്വീപിലെ രാഷ്ട്രീയ കൊടുങ്കാറ്റ് മറാത്ത മണ്ണിലെടുക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾക്കനുസരിച്ച് ഇടയ്ക്കിടെ കൊടുങ്കാറ്റായി രൂപാന്തരം പ്രാപിക്കാറുണ്ട്. നമുക്കറിയാം, NCPയെ BJP, അജിത് പവാർ, ശരത് പവാർ എന്നീ രണ്ട് വിഭാഗങ്ങളാക്കി പിളർത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത് ലക്ഷദ്വീപിലുള്ള NCP പ്രവർത്തകരായിരുന്നു. അവിടുത്തെ NCPയുടെ സിറ്റിംഗ് MPക്ക് സ്വന്തം ചിഹ്നം പോലും നഷ്ടമാകുന്ന തരത്തിലായിരുന്നു മഹാരാഷ്ട്രയിൽ നിന്നും അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി ഉണ്ടായത്. എന്തായാലും INDAA എന്ന പ്രതിപക്ഷ മുന്നണിയിലെ രണ്ട് പ്രബലരായ സഖ്യകക്ഷികൾ തമ്മിലാണ് ലക്ഷദ്വീപിൽ ഏറ്റുമുട്ടുന്നത് എന്നതും വളരെ കൗതുകമുള്ള കാര്യമാണ്. കാരണം അവിടെ ഏറ്റവും വലിയ മത്സരം നടക്കുന്നത് കോൺഗ്രസും NCP ശരത് പവാർ വിഭാഗവും തമ്മിലാണ്. നിലവിലെ സിറ്റിംഗ് MP മുഹമ്മദ് ഫൈസൽ പടിപ്പുര NCP സ്ഥാനാർത്ഥിയായി ജയിച്ച ചിഹ്നത്തിൽ ഇത്തവണ മത്സരിക്കുന്നത് NDA സ്ഥാനാർത്ഥിയായിരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിരുന്ന BJP ഇത്തവണ മാറി നിൽക്കുന്നുണ്ട്. പകരം NCPയുടെ അജിത് പവാർ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി ഇവിടെ NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സര രംഗത്ത് ഉണ്ടാവും. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന CPM, CPI, JDU തുടങ്ങിയ പാർട്ടികളൊന്നും ഇത്തവണ ലക്ഷദ്വീപിൽ ഇല്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. എന്തായാലും നിലവിലെ സിറ്റിംഗ് MP മുഹമ്മദ് ഫൈസൽ പടിപ്പുരയാണ് NCP ശരത് പവാർ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായി ലക്ഷദ്വീപിലുള്ളത്. NDAയിൽ ഇത്തവണ NCP അജിത് പവാർ വിഭാഗത്തിന്റെ TP യൂസഫാണ് സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് തവണ ഫൈസൽ വിജയിച്ചു കയറിയത് ഘടികാരം എന്നുള്ള NCPയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ തന്നെയായിരുന്നു. പക്ഷെ ശരത് പവാർ വിഭാഗത്തിന് ഘടികാരം നഷ്ടപ്പെട്ടതോടുകൂടി ഫൈസലിനും സ്വന്തം ചിഹ്നം നഷ്ടമായിട്ടുണ്ട്. നിലവിൽ ശരത് പവാറിന്റെ NCPക്ക് അനുവദിച്ചിരിക്കുന്നത് കാഹളമേന്തിയ മനുഷ്യൻ എന്നുള്ള ചിഹ്നമാണ്. ഇതിൽ മത്സരിച്ച് വിജയിച്ചാൽ മാത്രമേ 2024 ഫൈസലിന് പാർലമെന്റിന്റെ പടി കയറാൻ പറ്റൂ. മഹാരാഷ്ട്രയിൽ ശിവസേന, ഷിൻഡെ വിഭാഗവും BJP കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളും നടത്തുന്ന എല്ലാ നീക്കങ്ങളും ലക്ഷദ്വീപിലും ഒരു പ്രതിഫലനം ഉണ്ടാക്കാറുണ്ട്. ഇതിൽ ഷിൻഡെ വിഭാഗമാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം ഷിൻഡെ അജിത് പവാറുമായി ഒരു ഒളിയുദ്ധം അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പരസ്യമായ രഹസ്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള നീക്കം ഉണ്ടാകുമ്പോൾ അതും ലക്ഷദ്വീപിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ ശിവസേനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന NCP, അജിത് പവാർ, ശരത് പവാർ വിഭാഗത്തിന് നേരെ ഉണ്ടാകുന്ന ഓരോ ആക്രമണങ്ങളും ലക്ഷദ്വീപിൽ കൂടി അതിന്റെ പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ഇപ്പോൾ ലക്ഷദ്വീപിന്റെ കണ്ണും കാതുമൊക്കെ മഹാരാഷ്ട്രയിലേക്ക് കൂടി നീളുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.